ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങളെ നമ്മളെല്ലാവരെയും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അങ്ങനെ പ്രവാചകനല്ലേ ഇദ്ദേഹം? അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക. ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ. നീട്ടിയല്ല, ഞാൻ ഒരു വാദവും പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്. സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യോഗ്യമാണ്, എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്. പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയല്ല. പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹിയാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു. രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹിയാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നോക്കാനുള്ള ഖുർആനെതിരാണോ ഒരു ഹദീസ് എന്നാണ്. ഖുർആനിൽ പറഞ്ഞതിനെതിരായിട്ടൊരു ഹദീസ് വന്ന ഹദീസ് സ്വീകരിക്കേണ്ടതാണ്. ഖുർആനിൽ പറഞ്ഞില്ലേ, അവർ ആക്ഷേപം പറഞ്ഞില്ലേ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്. അതാ മുശ്രിക്കുകൾ പറഞ്ഞു നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു നബിക്ക് സിഹിർ പറ്റി എന്ന് പറഞ്ഞാൽ അത് യോജിച്ചു വരില്ലേ എന്നാണ്. ഒരു വ്യത്യാസമുണ്ട്. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സിഹിർ പറ്റി എന്ന് പറഞ്ഞത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ നബിയെ പറ്റി സാഹിർ എന്നോ ഖുർആനെ പറ്റി സിഹിർ എന്ന ആക്ഷേപം ഒരു മുശ്രിക്കും പറയാതെ അതൊക്കെ അവസാനിപ്പിച്ച ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടല്ലോ ചില ആക്ഷേപം ചില ആളുകൾക്ക് നേരെ ഉന്നയിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ സിഹിർ ബാധിച്ചു എന്ന് വാദിക്കുന്നവൻ, ആ രീതിയിൽ പ്രവാചകനെ ഉപമിക്കുന്നവൻ പിഴച്ചു പോകുമെന്ന ഖുർആൻ പറഞ്ഞത്. ഞങ്ങളാരും പറഞ്ഞതല്ല. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് വാദിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ നിങ്ങൾ? അവർ വഴിപിഴച്ചവരാണ്. ഒരിക്കലും നേർമാർഗം പ്രാപിക്കാൻ അവർക്ക് സാധ്യമല്ല. ഖുർആൻ ഏറ്റവും മോശപ്പെട്ട വർണ്ണന പറഞ്ഞ രണ്ടു കൂട്ടരെ പറ്റിയാ. കഴുതാന്നും വിളിച്ചു, നായേന്നും വിളിച്ചു. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഖുർആനെ പറ്റി മോശപ്പെട്ടൊരു വിചാരം വിചാരിക്കണ്ട. ഇന്റെ വാക്കിന്റെ മോശാന്ന് വിചാരിച്ചാൽ മതി. വളരെ മാന്യായിട്ടാ ഖുർആൻ പറഞ്ഞേ. കഴുതയുടെ പുറത്ത് ഗ്രന്ഥം കെട്ടിക്കൊടുത്ത് കഴുതയ്ക്ക് യാത്രയാക്കിയാൽ കഴുത ഡോക്ടർ ആവുമോ? വൈദ്യശാസ്ത്ര ഗ്രന്ഥവും പേര് 24 മണിക്കൂറല്ല 24 കൊല്ലം നടന്ന കഴുത ഡോക്ടർ ആവൂലല്ലോ. എന്താണ് പുതുമ നഷ്ടപ്പെടാത്ത ഖുർആന്റെ പ്രയോഗം? എന്നാലേ വേദഗ്രന്ഥം തൊക്കിലെച്ചിങ്ങനെ നടക്കണില്ല ഒരു കൗമ്. നിങ്ങളെന്ന് പറഞ്ഞില്ല കേട്ടോ, ഒരു കൂട്ടര് മുമ്പുള്ളവരെ പറഞ്ഞേ. എന്നാ ഓന് ഇതേമാതിരി തന്നെയാണെന്ന് പറഞ്ഞു ഖുർആൻ. വല്ലാത്തൊരു വാക്കാണ്, വല്ലാത്തൊരു വാക്കാണ്. വേദം കയ്യിലുണ്ടായി ഖുർആന്റെ ആൾക്കാരായി ജീവിച്ചിട്ട് ഖുർആൻ ആയത്തിന്റെ ആശയം കണ്ട് തലേക്ക് മനസ്സിലാക്കാൻ നേരം കണ്ടില്ലെങ്കിൽ പിന്നെപ്പ കഴുതാന്ന് വിളിക്കേണ്ടി വരൂലേന്നാ ഖുർആന്റെ സ്വരം. നിങ്ങൾ എന്നോട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് അള്ളാന്റെ കിതാബാ. കേൾക്കാനും ചിന്തിക്കാനും ഒരു അവസരം അള്ള നൽകിയെങ്കിൽ അൽഹംദുലില്ലാ. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. അതിനൊരു നല്ല മുഹൂർത്തം കാത്തിരുന്ന മുഹൂർത്തം വരൂല. ഇത് ഇതിനേക്കാളേറെ ഇടങ്ങേറിക്കഞ്ഞും പോവാ. അങ്ങനെ എന്നാൽ കേട്ടോ, റഊഫ് മദനിക്ക് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഇനിയുള്ളത്. ഇതിന് വിപരീതമായിട്ട് ഖുർആനിൽ വന്നതിന് വിപരീതമായിട്ട് ഒരു സഹീഹായ ഹദീസിലും ഒരു വാർത്ത ഉണ്ടാവില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത, ഒരു പരമാർത്ഥത്തിന്, ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത, യോജിക്കാത്ത ഒരു പരാമർശവും ഒരു സഹീഹായ ഹദീസിലുമില്ല, ബുഖാരി മുസ്ലിമിലും ഉണ്ടാവില്ല. റഊഫ് മദനി പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല. റഊഫ് മദനിയുടെ വാദം വളരെ കൃത്യമാണ്. ആ വാദത്തോട് ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. റഊഫ് മൗലവി പറഞ്ഞ ആ വാദത്തോട് 100% ഞങ്ങൾ യോജിക്കും. ആ സൂക്ഷ്മത ഉണ്ടായോ? മറ്റൊന്ന്, ശൈത്താന് കടന്നു വരാൻ പറ്റാത്ത വിധം ഒരു സുരക്ഷിതത്വം നമ്മുടെ അടുത്ത് ഉണ്ടാവുക. അതെന്താണ്? ഇപ്പൊ വീട്ടിൽ കടന്നു വരുമ്പോ ദിക്റ് എല്ലാം വേണ്ടി പറഞ്ഞു. ഭക്ഷണം താഴ്ത്തു വീണ എടുത്ത് തിന്നണം എന്ന് പറഞ്ഞ് കളയരുത്, ശൈത്താന് കൊടുക്കല്ലേ എന്ന് പറയും. നിലത്ത് വീണ ഭക്ഷണം അതിന്റെ കച്ചറുള്ള ഭാഗം കളഞ്ഞിട്ട് തിന്നാ പറഞ്ഞു. ഞാനല്ല, അള്ളാന്റെ റസൂൽ. തനി കച്ചറയിൽ വീണാ പോയി. ഡൈനിങ് ടേബിളിൽ വീണ സാധനം കൂടി എടുത്ത് തിന്നൂല നമ്മള്. മോശാണെന്നാ. വൃത്തിയുള്ള ഡൈനിങ് ടേബിളിൽ വീണ സാധനം രണ്ടാമത് എടുത്ത് തിന്നാൽ ഭക്ഷണാണോലോ. അള്ളാന്റെ റസൂല് പറഞ്ഞത് അതിലെ കച്ചറുള്ള ഭാഗത്ത് കടന്നിട്ട് തിന്നേക്ക്. അതാ റസൂലിന്റെ മര്യാദ പഠിപ്പിച്ചെന്നത്. ഭാര്യയെ സമീപിക്കുമ്പോൾ ദിക്റെല്ലാം പറഞ്ഞു, സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ, അത് ചൊല്ലിക്കൊണ്ട് വേണമെന്നുള്ളത്. അപ്പൊ എവിടെയൊക്കെയാണ്
പിന്നെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പറഞ്ഞ ആ സുരക്ഷിതത്വങ്ങൾ അത് പാലിച്ചുകൊണ്ട് പോവുക. ഇവരൊക്കെ പറയുന്നത് എന്താ? നബിക്ക് സീർ പാലിച്ചു, അപ്പൊ നബിക്ക് ഈ കാവലുകൾ ലഭിച്ചില്ലേ? ഇവരെങ്ങോട്ട് സമൂഹത്തെ കൊണ്ടുപോകുന്നത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന ഇവർ പ്രവാചകന്മാരെ നിന്ദിച്ചാൽ കുഫറാണ് എന്നാണ് മുസ്ലിം ലോകം ഏകാഭിപ്രായപ്പെട്ടുള്ളത്. കുഫറാണ് അത് എന്ന് ആ തരത്തിലേക്ക് ഇവർ അർപ്പതിക്കുന്നു സുഹൃത്തുക്കളെ. ഇനിയോ ഇത്തരത്തിലുള്ള വാദങ്ങൾ, ആദർശത്തിന് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ചിട്ട് റൌഫ് മൗലവിനെ ഇടക്കിടക്ക് കൊണ്ടുവരും. റൌഫ് മൗലവി പറഞ്ഞിട്ടുണ്ട് അത് ഖത്തറിലുള്ള നിങ്ങളുടെ വക്താവാണല്ലോ. എന്നാ റൌഫ് മൗലവി എന്താ പറഞ്ഞു എന്ന് കേട്ടു. നിങ്ങൾ നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു? അദ്ദേഹത്തിന് വേറൊന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. അദ്ദേഹത്തിന് പോട്ടെ വിട്ട് നിങ്ങൾക്ക് ബാധിക്കുവോ? നിങ്ങൾക്കൊന്നും ബാധിക്കൂല. മുഹമ്മദ് നബിക്ക് ബാധിച്ചൊന്നുമില്ലല്ലേ? നബിനേക്കാൾ വലിയ ഈമാൻ നിങ്ങൾക്കപ്പം നിങ്ങളെന്നെ ഈമാനുള്ളവന് സീറോ വെച്ചില്ല എന്ന് പറഞ്ഞോ? നിങ്ങൾ എഴുതിയോ? ഇതെന്താ നബിക്ക് വലിച്ചു എന്ന് അറിയണത്? നിങ്ങൾക്ക് വലിച്ചൂലല്ലേ? ഫലിക്കാത്ത സീറ് എങ്ങനെ മഹാപാപത്തിലുണ്ട്? അല്ലപ്പം പറയാൻ ശിർക്കെന്തിനാ മഹാപാപത്തിലുണ്ടത്? വിശ്വാസമുള്ളവനെ വലിച്ചു. ആൺകുട്ടിയേക്ക് വലിച്ചോ? നിരീശ്വരവാദിക്ക് സീർ വലിച്ചോ? ഇത് കേട്ടുക, നിരീശ്വരവാദിക്ക് സീർ വലിച്ചത്. ഇനി സുന്നിക്കനെ രഹസ്യമായി ചെയ്യാൻ പറ്റൂല. സീറ് വലിച്ചിട്ട് പറയും പാണക്കാട്ടേക്ക് പോകുന്നുണ്ടല്ലോ, മാലെടുത്തോളൂ കൊണ്ടുവന്നോളി എന്നറിയും. ആ മാലെടുത്ത സുന്നിയാണ് ഈ പഴിച്ചും മാറ്റുന്നോളൂ. നിരീശ്വരവാദി മുജാഹിദ് ചുക്കും വരൂല. അപ്പൊ സിഹിർ വിശ്വാസമാണ്. വിശ്വാസപരമായ വിശ്വാസമുള്ള പലിക്ക മാനസികമാണ് എന്നർത്ഥം. അതാ നിരീശ്വര നിർമ്മതവാദിക്ക് സീർ വെച്ചോ വലിച്ചു കൊടുക്കണോ? ഓന് അഭൗതിക മാർഗത്തിലും വിശ്വാസമല്ല, അവന് വലിച്ചൂല. ഇത് വിശ്വാസം, വിശ്വാസത്തിന്റെ വില പഠിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വിശ്വാസം ഉള്ളവർ പഠിച്ചു, ഏതും പഠിച്ചു. സീർ മാത്രമല്ല, ഏശനി നബിയുമ്പൊക്കെ പഠിച്ചു. ഞങ്ങൾ വേണമെങ്കിൽ എഴുതാ ശബാബിൽ എഴുതി തന്നെ ഞങ്ങൾക്ക് സീർ വലിച്ചൂല, അത് ദുർബല വിശ്വാസിക്കേ വലിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശബാബിലാണെങ്കിൽ ഞാൻ എഴുതി റിപ്പോർട്ട് ചെയ്തു. അത് നിങ്ങൾ അൽമനാറൊന്ന് എഴുതിയിരിക്കും. നിങ്ങൾ നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു? അദ്ദേഹത്തിന് വേറൊന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. മുഹമ്മദ് നബി ദുർബല വിശ്വാസിയാണെന്ന് ചോദിക്കുക. ഖുർആനായിട്ടുള്ള ബന്ധം, ഖുർആൻ അതിന് വലിയൊരു സുരക്ഷിതത്വ ശൈത്താന്റെ രക്ഷപ്പെടാനുള്ള ഖുർആൻ. അതിന് ആ ഖുർആൻ ഓതുകയും പഠിക്കുകയും സൂറത്തുൽ ബഖറയൊക്കെ താമസ സ്ഥലത്ത് വെച്ച് ഓടാൻ പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റൂമിൽ നിന്ന് ഖുർആൻ ഓതാൻ പറഞ്ഞാണ് സൂറത്തുൽ ബഖറ. എന്തിനാ അറിയോ? ശൈത്താന്റെ ശരന്ന് രക്ഷപ്പെടാൻ. അവനാ താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടക്ക് ഖുർആൻ സൂറത്തുൽ ബഖറ റൂമിൽ ഓതണം. എന്തിന്? ആ താമസം അത് ഫാമിലി ആയാലെങ്കിലും ആ റൂമിൽ ശൈത്താൻ വരാണ്ടിരിക്കാൻ, ശൈത്താന്റെ ശരന്ന് രക്ഷപ്പെടാൻ. ആയത്തുൽ കുർസി, അങ്ങനെ ഖുർആൻ കുറെ ഭാഗം പറഞ്ഞല്ലോ അവ. പിന്നെ അതാ സമയത്ത് പറഞ്ഞിരിക്കുന്ന രക്ഷ തേടാമാണ് ഇസ്തിആസത്ത്. ഖുർആൻ ഓതുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. ബാത്റൂമിൽ കിടക്കുമ്പോ അഊദു ബില്ലാഹ് ഖുബൂസുൽ ഖബായിസ് പറയാൻ പറഞ്ഞു. ഇറങ്ങുമ്പോൾ ഉഫ്രാനൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റെല്ലാം പറഞ്ഞു. ഈ ദിക്റുകൾ സത്യത്തിൽ പിശാചിനെ ആട്ടി അകറ്റിയാണ്. അവന് ഒരു പ്രതീക്ഷയില്ല കൊടുക്കൂല നമ്മൾ. എന്നിട്ട് വരണ്ടന്റെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞത് ഓരോ സമയവും നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ചൊല്ലി പറഞ്ഞു കിടന്ന നല്ല സ്വപ്നങ്ങള്, ദുസ്വപ്നങ്ങളൊന്നുമില്ല, ബേജാറുള്ളൊന്നുമില്ല, ശാന്തമായ ഉറക്കം. അപ്പോ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ വീക്ഷണത്തിൽ പിന്നെ അവലംബം വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഒരു ബോധം ഉണ്ടാവുക നമുക്ക്. എനിക്കത്രേ ഉള്ളൂ, ഒരു ബോധം ഇങ്ങനെ ഒരുത്തൻ നമ്മളെ കൂടെ ഒക്കെ ഉണ്ട് എന്ന്. എന്താ മനസ്സിലായത്? പിശാചിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ എന്തൊക്കെ വേണ്ടത്? ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം, നല്ല ഈമാൻ വേണം, പിശാചിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല. അതിന്റെ അടുത്ത വാചകോ? ഇനി ഞാൻ ഈ ഖുറാനിൽ വന്ന കാര്യങ്ങളൊന്ന് പഠിക്കാൻ മെനക്കെട്ടോ നമ്മൾ 2 മിനിറ്റ്. എന്താ മനസ്സിലാവുക? സിഹിർ എന്നൊരു പറഞ്ഞ വസ്തുതയുണ്ട് എന്ന് ഖുറാൻ അംഗീകരിക്കുന്നു. പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാൽ ദീനിയായി അനുവദനീയം എന്നർത്ഥമില്ല, സാധിക്കുന്ന ഒരു വിജ്ഞാനം. എന്തെല്ലാം ഉൽമു മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി ദുനിയാവില്.
ആ കൂട്ടത്തിലൊരു ദുൽമ്, സിഹിർ കൊണ്ട് ദുൽമ ചെയ്യുക, അങ്ങനത്തെ ഒരു വിജ്ഞാനം, ഒരു അറിവ്, ഒരു സംഗതി ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. സിഹിർ ഇല്ല എന്ന് പറയാൻ നടക്കണ ഖുർആൻ അതുണ്ടെന്ന് പറയും. ഉണ്ട്, സംഗതി ഉണ്ട്, അങ്ങനെ കാര്യമുണ്ട്. സമാധാനമായിട്ടോ എന്ന് വിചാരിക്കണ്ട. നമ്മൾ വിചാരിച്ച എല്ലാം കൂടി തലയിലുണ്ട് എന്നല്ല, സിഹിറുണ്ട്. അടുത്ത വിഷയം പറഞ്ഞത് സിഹിറാണ്. സിഹിറിന് രക്ഷ കിട്ടാൻ എന്തേ വേണ്ടതുള്ളൂ? പ്രാർത്ഥിക്കണം, അള്ളാഹുല് വിശ്വാസം വേണം, നല്ല ആദർശം വേണം, ആദർശ ശുദ്ധി വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, സിഹിർ ബാധിക്കൂല, ഒരു അബദ്ധം ഉണ്ടാവില്ല, സിഹിർ കൊണ്ടുള്ള ഒരു ഉപദ്രവം ഏൽക്കേണ്ടി വരില്ല എന്ന് പ്രസംഗിക്കുകയും തൊട്ടുപിറകെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സിഹിർ ബാധിച്ചു എന്ന് പറയുകയും ചെയ്യുമ്പോ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൂട്ടി വായിക്കാം. നോക്കൂ നിങ്ങൾ, നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന്, പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി എത്ര പറഞ്ഞു, അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്. ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ ഇദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. ഇതുവരെ ശിർക്കിലേക്കുള്ള പോക്കായിരുന്നു. ഇപ്പോൾ പ്രവാചകന്മാരെ താറടിച്ചു കാണിക്കുന്നതിലേക്കാണ് ഈ യാത്ര. തുടരുന്നു ആ യാത്ര, ബാക്കി കേട്ടു. പിന്നെ നോക്കാനുള്ള ഖുർആനെതിരാണോ ഒരു ഹദീസ് എന്നാണ്. ഖുർആനിൽ പറഞ്ഞതിന് എതിരായിട്ടൊരു ഹദീസ് വന്ന് ഹദീസ് സ്വീകരിക്കേണ്ടതാണ്. ഖുർആനിൽ പറഞ്ഞില്ലേ, അവർ ആക്ഷേപം പറഞ്ഞില്ലേ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്. അതാ മുശ്രിക്കുകൾ പറഞ്ഞ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ആളാണെന്ന്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു നബിക്ക് സിഹിർ പറ്റി എന്ന് പറഞ്ഞാൽ അത് യോജിച്ചു വരില്ലേ എന്നാണ്. ഒരു വ്യത്യാസം. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സിഹിർ പറ്റി എന്ന് പറഞ്ഞത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ നബിയെ പറ്റി സാഹിർ എന്നോ ഖുർആനെ പറ്റി സിഹിർ എന്ന ആക്ഷേപം ഒരു മുശ്രിക്കും പറയാതെ അതൊക്കെ അവസാനിപ്പിച്ച ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടല്ലോ, ചില ആക്ഷേപം ചില ആളുകൾക്ക് നേരെ ഉന്നയിച്ചിട്ട് പിന്നെ ആക്ഷേപിക്കുന്നവരെന്ന് നിർത്തുന്നത്. അതേമാതിരി ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ, മക്കം ഫത്ത് അടക്കമുള്ള വിജയങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നബിയെപ്പറ്റി ഒരാൾ പോലും സാഹിറാന്ന് പറയുന്നില്ല, നബിക്ക് സിഹിർ പറ്റിയെന്ന് ആക്ഷേപിക്കുന്നില്ല, ഖുർആനെ പറ്റി ആരും സിഹിർ എന്ന് പറയാത്തൊരു കാലഘട്ടത്തിൽ ലേശം മണിക്കൂറുകൾ നേരം നബിക്കൊരു തോന്നൽ പോലെ ഉണ്ടായി എങ്കിൽ അത് ഖുർആനെതിരാവുന്നില്ല. ഇനി നോക്കാനുള്ളത് വഹിയിൽ വല്ല തകരാറും തെറ്റും വരില്ലെന്നാ. അത് റബ്ബ് കാത്തിട്ടുണ്ടല്ലോ, നീ ധൃതിപ്പെടേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നീ എന്തിനാ നാവിട്ട് ചലിപ്പിക്കുന്നത് വഹി വേഗം പഠിക്കാൻ വേണ്ടി? ഇത് നിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി തരിക എന്നതും ചൊല്ലിത്തരിക എന്നതും വിശദീകരിച്ചു തരിക എന്നതും എന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ കേടുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ സ്വരൂപിക്കുന്നതും നബി ഇത് പഠിച്ച് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ്. അതിന് തെറ്റുപറ്റില്ല. വല്ലാഹു യഅ്സിമും, അള്ളാഹു കാക്കും. അതുകൊണ്ട് അവിടെ തെറ്റുപറ്റും. അള്ളാന്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അതിനൊക്കെ ചില വാറോലകൾ തെളിവുദ്ധരിച്ച് ആളുകളെ ഇപ്പോ വശത്താക്കണ പണിയാണ് വേറെ ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്താണെന്നറിയോ, ഹദീസ് ബുഖാരി ഒക്കെ ഒന്ന് എടുത്തപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് മറിച്ചു നോക്കൂ, എത്രയാ ചർച്ച, എന്താണ് ഈ കാണാപ്പാട്. അദ്ദേഹം ആ പുസ്തകത്തിന്റെ തലക്കൽ പറയുന്നുണ്ട്, 16 വർഷം കൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ ക്രോഡീകരണം പൂർത്തിയാക്കിയത്. 16 വർഷം. ഓരോ ഹദീസും ഞാൻ എന്റെ കോപ്പിയിൽ നിന്ന് ഇതിലേക്ക് പകർത്തി എഴുതുമ്പോൾ 2 റക്കത്ത് നിസ്കരിച്ച് പടച്ചവനോട് ദ്വാരത്തിട്ടാണ് ഞാൻ എഴുതി. എത്ര റക്കത്ത് ആ മനുഷ്യൻ നിസ്കരിച്ചിട്ടുണ്ടാവും? ഓരോ ഹദീസ് പടച്ചോനെ ഇതിന് തെറ്റു വന്നാൽ ഒരു സമുദായം ഒന്നായിട്ടുള്ള തെറ്റുക സംഭവിക്കരുതേ റബ്ബേൻ. എന്താ ഈ സൂക്ഷ്മതരങ്ങള്? നേരത്തെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും അവനാണ് അധ്യാപകന്മാർ പഠിപ്പിച്ചെന്ന പാഠങ്ങളിൽ നിന്നും പഠിച്ചതിന് പുറമെ അന്ന് ഹദീസ് പാഠമുള്ള ആളുകൾ അരികിലൊക്കെ പോയി ചൊല്ലിപ്പഠിച്ചിട്ട് ഇത് ഉറപ്പ് വരുത്തിയിട്ട് അവർ ഹദീസുകൾ ക്രോഡീകരിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി 6 പ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പിൽക്കാലങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടു. ഒരൊറ്റ ഹദീസ് പോലും നഷ്ടപ്പെടാതെ, പ്രവാചകന്റെ ഒരു വചനം പോലും നഷ്ടപ്പെടാതെ. അറിയോ നിങ്ങള്, മനുഷ്യ ചരിത്രത്തില് ഇത്ര വലിയൊരു സാഹസവും ത്യാഗവും പ്രവാചകന്റെ അനുയായികൾ പ്രവാചകന് വേണ്ടി ചെയ്തതല്ലാതെ ഒരു മഹാനും ഈ ദുനിയാവ് കിട്ടിയിട്ടില്ല, ഒരു സമുദായവും ചെയ്തിട്ടില്ല. അത്ര വലിയ പാരമ്പര്യത്തിന്റെ ആൾക്കാരാണ് നമ്മള്. ആ പാരമ്പര്യം തിരിച്ചറിയാത്തവർ ആ പാരമ്പര്യത്തെ പുച്ഛിക്കുന്നു എന്നുള്ളതാ നമ്മുടെ കഷ്ടകാലം. ഇതൊന്ന് മനസ്സിലാക്കി ഓർമ്മയിൽ വെക്ക്. ഒരു വലിയ മഹാപാരമ്പര്യമുണ്ട് ഈ വിഷയത്തിൽ. ഇത് പറയാനാണ് ഞാനിത് വന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. ഇനിയുള്ളത്, ഇതിന് വിപരീതമായിട്ട് ഖുർആനിൽ വന്നതിന് വിപരീതമായിട്ട് ഒരു സഹീഹായ ഹദീസിലും ഒരു വാർത്ത ഉണ്ടാവില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത, ഒരു പരമാർത്ഥത്തിന്, ഒരു വസ്തുതയ്ക്ക് നിരക്കാത്ത, യോജിക്കാത്ത ഒരു പരാമർശവും ഒരു സഹീഹായ ഹദീസിലും ഇല്ല, ബുഖാരി മുസ്ലിമിലും ഉണ്ടാവില്ല. അതുകൊണ്ട്
ഈ വിഷയത്തിലും നമ്മുടെ ധാരണകൾ അവിടെ വെക്കുക, അള്ളാഹും റസൂലും പറഞ്ഞ് തീരുമാനിക്കാം, സ്വീകരിക്കാം. ഖുർആൻ പടച്ചതമ്പുരാൻ ജിബ്രീൽ മുഖേന നേർക്കുനേരെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. അത് അന്നു തന്നെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമാണെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടുന്നത്, അത് ഗ്രന്ഥങ്ങളിലാകുന്നത് പ്രവാചക തിരുമേനിയുടെ മരണശേഷം പിന്നെയും വർഷങ്ങൾ, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ മാർഗം സ്വീകരിക്കാൻ നാം ശ്രമിക്കാതെ പോയാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി സംസാരിച്ച് അക്രമികളും വഴിപടച്ചോരുമായി മാറേണ്ടി വരും എന്നതെങ്കിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം. സ്വാഭാവികമായ മാനുഷികമായ അബദ്ധങ്ങളും പോരായ്മകളും ഹദീസുകളിൽ സംഭവിക്കുമെങ്കിൽ ഇന്ന് നിലവിലുള്ള ഏത് ഹദീസ് ഗ്രന്ഥമാണ് ഈ ആരോപണത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളത്? കരിമ്പിലാക്കലിന്റെ ഈ വാദം തന്നെയല്ലേ ചേകനൂരികൾക്കുമുള്ളത്? ഈ വാദം അടിസ്ഥാനരഹിതമെന്ന് റഊഫ് മദനി. ലാ ഉൽഫിയന്ന അഹദക്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ കാണാൻ ഇടവരാതിരിക്കട്ടെ. നബി പറയാണ്, എന്റെ സമുദായത്തിലെ ഒരാളെ ഞാൻ കാണാൻ ഇടവരാതിരിക്കട്ടെ. എങ്ങനെ? മുത്തക്കിയൻ അല അരീക്കത്തിഹി, അയാൾ തന്റെ ചാരു കസേരയിൽ അല്ലെ ചാരു ബെഞ്ചിൽ ചാരിയിരിക്കും. യഅ്തീഹിൽ അംറു മിൻ അംരി ഇമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു, ആ സമയത്ത് എന്റെ ഒരു കൽപ്പന, എന്റെ ഒരു കാര്യം, നബിയുടെ ഒരു പാഠം, ഒന്നുകിൽ നബി പഠിപ്പിച്ചത് അല്ലെങ്കിൽ വിരോധിച്ച ഒരു കാര്യം അയാൾ അരികിൽ വന്ന് ആരോ പറയുന്നു, ഇങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. ഫയഖൂലു, അന്നേരം അയാളുടെ പ്രതികരണം, ലാ അദിരി, എനിക്കതൊന്നും അറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാഹു, അള്ളാന്റെ കിതാബിൽ ഖുർആനിൽ എന്താ ഉള്ളത് അത് മാത്രമേ ഞാൻ പിൻപറ്റുള്ളൂ എന്ന് ഒരാൾ പ്രതികരിക്കുന്നു. ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളെ എനിക്ക് കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. എന്നുവെച്ചാല് തന്റെ ചാരുബെഞ്ചിൽ ചാരി ഇരിക്കും നേരത്ത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്ത ഒരു വിഷയത്തെപ്പറ്റി, ഒരു കാര്യത്തെപ്പറ്റി ആരോ ഒരാൾ അയാൾക്ക് അറിവ് കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് അയാൾ പറയുന്ന പ്രതികരണം, എനിക്കിതൊന്നും അറിയില്ല, നബി പറഞ്ഞതാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ എനിക്കത് കേൾക്കും വേണ്ട, അള്ളാന്റെ കിതാബിൽ എന്താ ഉള്ളത് അത് മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വചനം ഒരു പ്രവചനമാണ്. പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച ഒരു പ്രവചനമാണത്. എന്താണ് അതിന്റെ ആശയം? ഇതാണ്, ഇനി ഒരു കാലം വരും, സഹാബികളോടാണ് സംസാരിക്കുന്നത്, ഇനി ഒരു കാലം വരും, ആ കാലത്ത് ഹദീസിൽ ഇങ്ങനെയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ചില ആളുകളോട് പറഞ്ഞു കൊടുത്താൽ, മുസ്ലിങ്ങളായ ആളുകളോട് പറഞ്ഞു കൊടുത്താൽ, അത് സ്വീകരിക്കുന്നതിന് പകരം, അത് അംഗീകരിക്കുന്നതിന് പകരം ഹദീസുകൾ സ്വീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, സുന്നത്തുകൾ എനിക്ക് കേൾക്കേണ്ടതില്ല, വിശുദ്ധ ഖുർആനിലുള്ള വല്ല ആയത്തുമുണ്ടെങ്കിൽ എനിക്ക് കേട്ടേച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾക്ക്, പ്രവാചകന്റെ വാക്കുകൾക്ക്, നിർദ്ദേശങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുറെ ആളുകൾ ഈ സമുദായത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. നബി നടത്തിയ ഒരു പ്രവചനവും നടക്കാതെ പോയിട്ടില്ല, പുലരാതെ പോയിട്ടില്ല, പുലർന്നുകൊണ്ടേയിരിക്കുന്നു. ബാക്കി ചിലത് പുലരും, അത് സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് പുലർന്നോ ഈ സംഭവം? ഖുർആനെ കണ്ടാല്, ഖുർആനിൽ ആശയം കണ്ടാല് പിന്നെ ഹദീസ് കാണുമ്പോൾ ഒച്ചാനിച്ച് നിൽക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യകാല മുജാഹിദ് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് സിഹിർ പലിക്കൂല, മുഹമ്മദ് നബിക്ക് സിഹിർ വലിച്ചാണ് ശരിയല്ല എന്ന് വെട്ടിത്തുറന്ന് അവർ പറഞ്ഞു. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. ഒരു ഹദീസ് എത്ര സ്വഹീഹാണെങ്കിലും, എത്ര സ്വഹീഹാണെന്ന് പറഞ്ഞാലും ആ ഹദീസ് ഖുർആന് വിരുദ്ധമാണെങ്കിൽ സ്വീകരിക്കണമെന്ന് എവിടുന്ന മനസ്സിലാക്കിയത്? ഒന്നുകിൽ അനുകൂലമായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാ. ഖുർആൻ
പടച്ചതമ്പുരാൻ ജിബ്രീൽ മുഖേന നേർക്കുനേരെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. അത് അന്നു തന്നെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമാണെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടുന്നത്, അത് ഗ്രന്ഥങ്ങളിലാകുന്നത് പ്രവാചക തിരുമേനിയുടെ മരണശേഷം പിന്നെയും വർഷങ്ങൾ, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ മാർഗം സ്വീകരിക്കാൻ നാം ശ്രമിക്കാതെ പോയാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി സംസാരിച്ച് അക്രമികളും വഴിപടച്ചവരുമായി മാറേണ്ടി വരും എന്നതെങ്കിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഖബർ ആഹാദ് വിശ്വാസകാര്യങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് എഴുതുകയും ബുഖാരിയിലെ 60 ഹദീസുകൾ നിഷേധിക്കുകയും ചെയ്തതിനാലാണ് ചേകനൂരിലേക്ക് താങ്കളെ ചേർത്തി പറയുന്നതെന്ന ശത്രുക്കളുടെ വാദത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ അതിന്റെ വിശദീകരണം നൽകുകയുണ്ടായി. ഖബർ വായിദ് പിൽക്കാലത്താണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. നബിന്റെ കാലത്ത് നബിന്റെ വായിൽ നിന്ന് കേട്ടാൽ ഖുർആൻ കിട്ടുന്ന അതേ അറിവ് തന്നെ ഹദീസ് കൊണ്ടും കിട്ടും. പിന്നീട് 100-200 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ഹദീസ് ക്രോഡീകരിക്കുന്നത്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരെ, ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഹദീസിനെ രണ്ടായി തിരിക്കുകയാണെന്ന് മുത്തവാത്തിർ ഖബർ വായിദ് എന്നുള്ളത്. ആ ഖബർ വായിദ് അഖീദക്ക് പറ്റുകയില്ല എന്ന് ഞാൻ ഉണ്ടാക്കിയ ഉസൂലൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഹദീസിന്റെ ക്രോഡീകരണം ആരംഭിച്ചിരിക്കുന്നു, എഴുത്ത് ആരംഭിച്ചിരിക്കുന്നു. എന്നിട്ട് പിൻതലമുറകളിൽ അത് ആവർത്തിച്ചു. ഔദ്യോഗികമായി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി കാലഘട്ടത്തിന് മുമ്പാണ്. അപ്പൊ 2 നബി മരിച്ചൊരു 200 കൊല്ലങ്ങൾക്ക് ശേഷം സാഹസപ്പെട്ട് എഴുതിയുണ്ടാക്കിയതല്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറയുകയും പഠിക്കുകയും എഴുതി വെക്കപ്പെടുകയും ചെയ്ത, പിന്നീട് അത് സ്വാഭാവികമായും എഴുതി വന്ന ഒരു ഗ്രന്ഥത്തിന്റെ പൂർത്തീകരണങ്ങൾ മാത്രമാണ് ഇമാം ബുഖാരിയിലൂടെയും മുസ്ലിമിലൂടെയും സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാം. നാം സാധാരണ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ അത് തിരുത്തുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സുന്നത്തുകൾ തീരെ രചിക്കപ്പെട്ടില്ല, എഴുതി വെച്ചില്ല, ഖുർആൻ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ എന്നൊരു ധാരണ ലേശം വിവരമുള്ളവരെയൊക്കെ സ്വാധീനിച്ചു കാണും. ഞാനതിനെ ധാരണ എന്ന് പറയാൻ കാരണം അതിൽ അബദ്ധമുള്ളത് കൊണ്ടാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമാണെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടുന്നത്, അത് ഗ്രന്ഥങ്ങളിലാകുന്നത് പ്രവാചക തിരുമേനിയുടെ മരണശേഷം പിന്നെയും വർഷങ്ങൾ, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ മാർഗം സ്വീകരിക്കാൻ നാം ശ്രമിക്കാതെ പോയാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി സംസാരിച്ച് അക്രമികളും വഴിപടച്ചവരുമായി മാറേണ്ടി വരും എന്നതെങ്കിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം. പിൽക്കാലത്താണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. നബിന്റെ കാലത്ത് നബിന്റെ വായിൽ നിന്ന് കേട്ടാൽ ഖുർആൻ കിട്ടുന്ന അതേ അറിവ് തന്നെ ഹദീസ് കൊണ്ടും കിട്ടും. പിന്നീട് 100-200 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ഹദീസ് ക്രോഡീകരിക്കുന്നത്. പിന്നീട് 100-200 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ഹദീസ് ക്രോഡീകരിക്കുന്നത്. പിന്നീട് 100-200 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ഹദീസ് ക്രോഡീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചു. ആ എഴുത്തിന് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അത് പല നിലക്കും പിന്നങ്ങനെ വിപുലപ്പെട്ടു വന്നു. അത് ഔദ്യോഗികമല്ല, പലരും പഠിച്ചറിഞ്ഞ് ബോധത്തോടെ സഹാബികളും താബികളും എഴുതിക്കൊണ്ടുവന്ന. സർക്കാർ നേർക്കുനേരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഈ ഉത്തരവാദിത്തം ചെയ്യുന്നത് ഖലീഫ ഉമർ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിലല്ല. ഉമർ അബ്ദുൽ അസീസിന്റെ കാലഘട്ടം 1-ാം നൂറ്റാണ്ട് കഴിയണം. 1-ാം നൂറ്റാണ്ട് അവസാനിക്കും മുമ്പേ നിങ്ങളിന്റെ കൂടെ വന്നേ പറ്റൂ. എന്തിനാണെന്നറിയോ? ഹദീസുകൾ പ്രവാചകൻ ഒരാൾ മരിച്ചിട്ട് 200 കൊല്ലത്തിന് ശേഷം അയാളെ പ്രവൃത്തികൾ എഴുതാൻ പഴക്കട്ട സംശയം തോന്നും. നമുക്ക് എന്ത് പറഞ്ഞാലും എന്തെങ്കിലും തെറ്റൊന്നും വന്നിട്ടുണ്ടാവും തോന്നും. 200 കൊല്ലം കഴിഞ്ഞിട്ടല്ല ഇതിന് 100 കൊല്ലം കഴിയും മുമ്പേ പ്രവാചകൻ 10-ൽ മരിച്ച് 70-കളിലും 75-ലും തന്നെ ഒരു 10-50 വർഷം കേട്ട് പഠിച്ച ശിഷ്യന്മാർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ശിഷ്യന്മാർ മരിച്ചു തുടങ്ങിയില്ല. ആ സമയത്ത് തന്നെ എഴുതുന്നു. എന്താ സംഭവം പറയുന്നത്? അബ്ദുൽ അസീസിന്റെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പിതാവ് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗവർണറായ ഈജിപ്തിലെ
പിന്നെ കുസൈർ ബിൻ മുറി എന്ന് പറയുന്ന താബഈ പണ്ഡിതനൊരു കത്തെഴുതുന്നുണ്ട്. ഈജിപ്തിലുള്ള ഹദീസുകൾ മുഴുവൻ ക്രോഡീകരിക്കുക. ഈ സംഭവം ഹിജ്റ 80 മുമ്പാണ്. ഹിജ്റ 80 മുമ്പ് 2-ാം നൂറ്റാണ്ട് എത്തിയില്ല. ഹദീസുകൾ. എന്നിട്ട് അദ്ദേഹം എഴുതിയ കത്തിലൊരു വാചകം, അബൂ ഹുറൈറയുടെ ഹദീസുകൾ ക്രോഡീകരിക്കേണ്ടതില്ല, ബേജാറാവണ്ട, അത് ക്രോഡീകരിച്ച് ഇവിടെ ഉണ്ട് എന്ന് അതിന്റെ ബാക്കി. സുബ്ഹാനല്ലാഹ്, അന്തം വിട്ടുപോകും ചരിത്രത്തിന്റെ പിന്നാലെ പോയാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകൾ, അദ്ദേഹത്തിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ഇദ്ദേഹത്തിന്റെ പിതാവ് മർവാൻ ഇബ്നുൽ ഹക്കമിന്റെ കാലഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും എഴുതിയിട്ട് മുസ്ലിങ്ങളുടെ അത് പുസ്തകങ്ങൾ എവിടെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചു വെച്ചത്? നിങ്ങൾ ഹദീസിന്റെ ബൃഹൽ ഗ്രന്ഥങ്ങൾ സർക്കാർ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ചു. ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു കാലത്ത് സംശയം വന്ന നോക്കാൻ വേണ്ടിയിട്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഖുർആന്റെ അസ്ലി കോപ്പി എഴുതിയിട്ട് അബൂബക്കറും പിന്നെ ആയിഷയും ഒക്കെ സൂക്ഷിച്ചതുപോലെ, ഉമർ ഖത്താബും പിന്നെ ഹഫ്സയും ഒക്കെ സൂക്ഷിച്ചതുപോലെ, ഹഫ്സയും സൂക്ഷിച്ചതുപോലെ, ഓർമ്മല്ല അങ്ങനെ? അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഖുർആന്റെ ഒരു കോപ്പി എഴുതി ഉണ്ടാക്കിയിട്ട് കേട് നഷ്ടപ്പെടാണ്ടിരിക്കുക എഴുതിയിട്ട് അദ്ദേഹം സൂക്ഷിച്ചു. പിന്നെ ഉമർ സൂക്ഷിച്ചു. പിന്നെ ഉമറിന്റെ മകൾ നബിയുടെ ഭാര്യ ഹഫ്സ സൂക്ഷിച്ചു. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് അതിന് കോപ്പി എടുത്തില്ലേ? ഇതുപോലെ ഹിജ്റ 70-75 കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ അബൂ ഹുറൈറയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകൾ മുഴുക്കതും മിക്ക ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അബൂ ഹുറൈറ. അത് മുഴുവൻ അതിനു മുമ്പ് തന്നെ ക്രോഡീകരിച്ച് പൂർത്തീകരിച്ചിട്ട് മുസ്ലിങ്ങളുടെ ഖജനാവിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു, ലോക്കറുകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു, സാർക്ക് നഷ്ടപ്പെടാണ്ടിരിക്കാൻ. മിച്ചമുള്ള ഹദീസുകൾ ഈജിപ്തിലുള്ളതും മറ്റു ഭാഗത്തുള്ളതും എഴുതാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പിതാവ് ഉത്തരവിട്ടു. അതിന്റെ അർത്ഥം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 101 വരുമ്പോഴേക്ക്, ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഹദീസുകൾ ഏതാണ്ട് ക്രോഡീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന് അതിന്റെ അർത്ഥം. പിന്നെ നബിക്ക് സിഹ്ർ വലിച്ചെന്നുള്ള ഹദീസാണ്. അത് ഞാൻ അതിന്റെ സനദിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിന്തുടരുന്ന ആശയാദർശത്തിന് എന്താ കൂട്ടരെ എന്താ കുഴപ്പം സംഭവിച്ചുള്ളത്? എല്ലാം ഒരു തരം സാധാരണഗതിയിൽ ഒരു നിസ്സാര ഭാവം പോലെ. ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളിൽ ആരെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഒരാൾ സുന്നത്തിനെ നിഷേധിക്കുന്നു എന്ന് വിചാരിക്കുക, പ്രവാചക ചര്യയെ പാടെ നിഷേധിക്കുന്നു, ഹദീസിനെ നിഷേധിക്കുന്നു എന്ന് വിചാരിക്കുക, ആ മനുഷ്യന് പിന്നെ ശറയിൽ ദീനിൽ സ്ഥാനമല്ല. ഇതൊരു സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള ഒരു തർക്ക പ്രശ്നമല്ല ഇത്. ഒരു മനുഷ്യൻ ആ അസുഖത്തിൽ പെട്ടുപോയാൽ, ആ ചിന്താഗതിയിൽ പെട്ടുപോയാൽ അയാൾ പിന്നെ ദീനിൽ സ്ഥാനമല്ല അയാൾക്ക്. ഇതൊരു സാധാരണ കൈകെട്ടുന്ന വിഷയം പോലെ, ബാങ്ക് വിളിക്കുന്ന വിഷയം പോലെ, സലാം പറയുന്ന വിഷയം പോലത്തെ ഒരു സാധാരണ വിഷയമല്ല ഇത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറയാൻ തെരഞ്ഞെടുത്തത്. മാതൃസംഘടനയെ വിമർശിക്കാൻ ചേകനൂരിന്റെ വാദം അംഗീകരിക്കുകയും ചേകനൂരികളെ വിമർശിക്കാൻ മാതൃസംഘടനയുടെ വാദം ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന കരിമ്പിലാക്കലിന്റെ തിമുഖ നയം തിരിച്ചറിയുക. പടച്ചതമ്പുരാൻ ജിബ്രീൽ മുഖേന നേർക്കുനേരെ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന ദൃഷ്ടാന്തമാണ്. അത് അന്നു തന്നെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമാണെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടുന്നത്, അത് ഗ്രന്ഥങ്ങളിലാകുന്നത് പ്രവാചക തിരുമേനിയുടെ മരണശേഷം പിന്നെയും വർഷങ്ങൾ, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ മാർഗം സ്വീകരിക്കാൻ നാം ശ്രമിക്കാതെ പോയാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി സംസാരിച്ച് അക്രമികളും വഴിപടച്ചോരുമായി മാറേണ്ടി വരും എന്നതെങ്കിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഇതോടൊപ്പം തന്നെ ഹദീസുകൾ തള്ളിക്കളയുവാൻ വേണ്ടി മുമ്പ് മരണപ്പെട്ടു പോയെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നു അപ്രത്യക്ഷനായിരിക്കുന്ന ചേകനൂർ അബുൽ ഹസൻ മൗലവി തന്നെ തന്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്ന സ്വീകാര്യോഗ്യമായ ഹദീസ് എന്ന ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന സംഗതി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകർ ഹദീസ് രേഖപ്പെടുത്തി വെക്കരുത് എന്ന് പഠിപ്പിച്ചിരുന്നു എന്നും ഉമർ ഖത്താബ് റസൂലിന്റെ മുമ്പിൽ അത് പ്രഖ്യാപിച്ചിരുന്നെന്നുമാണ്. എങ്കിൽ അവിടെ ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം അത് ഹദീസാണോ? ആണെങ്കിൽ ആ ഹദീസ് അങ്ങനെ സ്വീകാര്യമായി. റസൂലുള്ള ഈ ഒരു വിഷയം മാത്രം ഹദീസായി ഉദ്ധരിച്ചുവോ? അത് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമോ? അതല്ല, റസൂലയുടെ വാക്കുപോലും സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത ആളുകൾ ഉമർ ഖത്താബിന്റെ വാക്ക് സ്വീകരിക്കുമോ എന്നതിനും നമുക്ക് ഉത്തരം ലഭിക്കേണ്ടി വരും എന്നാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ അവസാന കാലഘട്ടത്തിൽ സുപ്രധാനമായ പല വിഷയങ്ങളും ഖുർആന് പുറമെ തന്നെ പറഞ്ഞിരുന്നിട്ടും അത് രേഖപ്പെടുത്തപ്പെടാതെ പോയതിന്റെ അസാംഗത്യത്തെ കുറിച്ച് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വാക്കുകളും പ്രവൃത്തികളും അനുവാദങ്ങളുമാണെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടുന്നത്, അത് ഗ്രന്ഥങ്ങളിലാകുന്നത് പ്രവാചക തിരുമേനിയുടെ മരണശേഷം പിന്നെയും വർഷങ്ങൾ, ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. സ്വാഭാവികമായ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അതിൽ കടന്നുകൂടാമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനിന്റെ മാർഗം സ്വീകരിക്കാൻ നാം ശ്രമിക്കാതെ പോയാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി സംസാരിച്ച് അക്രമികളും വഴിപടച്ചവരുമായി മാറേണ്ടി വരും എന്നതെങ്കിലും ഓർക്കാൻ നമുക്ക് സാധിക്കണം. അവസാനത്തെ വാചകം ചേകനൂർ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹദീസുകൾ പ്രമാണമല്ലെന്നോ അത് പൂർണ്ണമായി നിഷേധിക്കണമോ എന്ന് വാദമില്ല. പക്ഷേ പ്രമാണയുക്തമായിരിക്കുന്ന ഹദീസുകൾ ഇന്ന് ലഭ്യമല്ലെന്നും ലഭിക്കുന്ന ഹദീസുകൾ പ്രമാണയുക്തമല്ല എന്നുമാണ്, അഥവാ പ്രചാരത്തിലുള്ള ഹദീസുകൾ സ്വീകാര്യോഗ്യമല്ല എന്നുമാണ്. എന്നാൽ പ്രമാണയുക്തമായിരിക്കുന്ന സ്വീകാര്യോഗ്യമായിരിക്കുന്ന ഹദീസുകൾ ഏതാണ്, നബിശരീഅ ഏതാണ് എന്ന് കൃത്യമായി നമുക്ക് മറുപടി വെക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളോട് കൃത്യമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയാൽ നാം അള്ളാഹുവിന്റെ പ്രവാചകരെ നിഷേധിക്കുന്നതിന് തുല്യമാകും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗത്തിന് എന്തായിരുന്നാലും മുസ്ലിം സമൂഹത്തിന്റെ അഡ്രസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിചാരിക്കുവാൻ സാധ്യമല്ല. ഇത് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. അതോടൊപ്പം തന്നെ ഹദീസുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഖുർആൻ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരുപാട് വിഷയങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ആ അഭിപ്രായ വ്യത്യാസം ഖുർആൻ സ്വീകരിക്കുന്നതിൽ എങ്ങനെ സംഭവിച്ചതാണ് എന്ന് അവർക്ക് ഉത്തരം പറയാൻ സാധിക്കാറുണ്ട്. അടുത്തത് ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഹദീസിൽ കാണിക്കുന്ന തിരിമറി. യുവത പ്രസിദ്ധീകരിച്ച എ അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിലെ 355-ാമത്തെ പേജിൽ കൊടുത്ത ഒരു ഹദീസിന്റെ ഭാഗമാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹദീസിലെ മുഅ്മിനും ബി സിഹർ എന്ന അറബി പദത്തിന് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ എന്ന വ്യാജ അർത്ഥം നൽകി അലി മദനി ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ സലാം സുല്ലമി തന്റെ പുസ്തകത്തിൽ കൊടുത്തതും പ്രസംഗത്തിൽ പറയുന്നതും സിഹറിൽ വിശ്വസിക്കുന്നവൻ എന്നാണ്. തന്റെ വാദം സമർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പോലും കൈകടത്താൻ മടിക്കാത്തവർ എങ്ങോട്ടേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുസ്നദ് അഹ്മദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത സാഹിബു ഖംസിൻ മുദ്മിനു ഖംറിൻ വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ വലാ ഖാതിഉ റഹ്മിൻ വലാ കാഹിനുൻ വലാ മന്നാനുൻ. റസൂലുള്ളാഹി പറഞ്ഞു, എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല 5 വിഭാഗം. ആരാണ്? മുദ്മിനു ഖംറിൻ, മുഴുകുടിയൻ, വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ. പിന്നെ നബിയാണ് സലാസുല്ല യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. വേറെ റിപ്പോർട്ട് മുഅ്മിനുൻ ബിസിഹ്രി, സിഹ്റിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ. വേറെ റിപ്പോർട്ട് മുഅ്മിനുൻ ബിസിഹ്രി, സിഹ്റിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. വേറെ റിപ്പോർട്ട് മുഅ്മിനുൻ ബിസിഹ്രി, സിഹ്റിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. വലാ മുഅ്മിനുൻ ബിസിഹ്റിൻ, സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ. അറിവും വിജ്ഞാനവും ഒക്കെ കിട്ടിയിട്ട് അതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്നിട്ട് മറ്റു കാര്യലാഭങ്ങൾക്ക് വേണ്ടി പിറകപ്പോടെ ചില മനുഷ്യന്മാരുടെ വിവരമുള്ളവര് നായ്ക്കള മാതിരി എന്തെങ്കിലും കൊടുത്താലും ആക്രമിക്കാൻ പോയാലും വെറുതെ വിട്ടാലും കതച്ചോണ്ടേ ഇരിക്കുന്നു. ഉത്തരവാദിത്തം നിർവഹിക്കാത്ത പണ്ഡിതനെ നായയോട് വിശേഷിപ്പിച്ചിട്ട് ഖുർആൻ എന്നർത്ഥം. ഇതാരെങ്കിലും മുഖത്ത് നോക്കി വിളിക്കാൻ പറഞ്ഞതല്ല, ഞാൻ അള്ള വിശേഷിപ്പിച്ചതിന് ഗൗരവം പറയാനാ. അപ്പൊ ഉലമാക്കളുടെ ജോലി ഭൗതികമായ സ്ഥാനലാഭങ്ങൾക്ക് വേണ്ടി താളം തെറ്റി നാണം കെട്ട് പെരുമാറലല്ല. പ്രമാണങ്ങളിൽ ഇവർ കാണിക്കുന്ന കൈക്രിയകൾ മനസ്സിലാക്കിയ പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയും ഒരു 10 പതിറ്റാണ്ടോളം മടവൂർ വിഭാഗം മുൻനിര നേതാവുമായിരുന്ന നാസിർ സുല്ലമി
ആദർശ രംഗത്തെ ആഭ്യന്തര ശുദ്ധീകരണ ശ്രമത്തിനൊടുവിൽ മനംമടുത്ത് വസ്തുതകൾ വിശദീകരിക്കുന്നതിൽ നിന്ന് സിഹറുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. പിന്നീടാണ് CP ഉമ്മർ സുലൈമി ഇവിടെ വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെങ്ങനെ മൗക്കൂഫാക്കുക, അതെങ്ങനെ മൗക്കൂഫാക്കുക, ഹദീസ് എങ്ങനെ തള്ളിക്കളയാ? അതൊക്കെ ആ ഹദീസിൽ 98% അംഗീകരിച്ചു. നബിക്ക് ലദീദ് ബിൻ ആസം എന്ന് പറയുന്ന മനുഷ്യൻ സിഹർ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മുഖേന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാം, അതൊക്കെ സാധാരണയാണ്, അത്തരം സംഗതികളൊക്കെ സിഹറിനുണ്ട് എന്നൊക്കെ അംഗീകരിച്ചു. ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അതെന്തായിരുന്നു നിങ്ങള്? ലബീദ് ബിൻ ആസം എന്ന മനുഷ്യൻ സിഹർ ചെയ്ത കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ തോന്നലുണ്ടായത് എന്ന് ആയിഷ ബീവിക്ക് എങ്ങനെ മനസ്സിലായി? എന്നാൽ നബിക്ക് സിഹർ ബാധിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായി തോന്നി, അങ്ങനെ തോന്നിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു കൂടെ വന്ന ഏതാനും ഹദീസുകളുണ്ട്. ആയിഷ റളിയല്ലാഹുവിനേക്കാൾ നബിക്ക് തോന്നിയത് എങ്ങനെയാണ് മനസ്സിലായത്? അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സംശയം മനസ്സിലായി നോക്ക്. ആയിഷ ബീവിക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? അപ്പൊ ഞാൻ പറഞ്ഞു, സർ, ആയിഷ ബീവിക്ക് തന്നെയല്ലേ മനസ്സിലാകുക. കാരണം ആ സംഭവത്തിന്റെ പൂർണ്ണമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതായിരിക്കാം ആയിഷ ബീവിക്ക. പിന്നെയോ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ തോന്നൽ ഉണ്ടായത്. അത് ആയിഷ ബീവിക്ക് തന്നെയല്ലേ പിന്നെ പറയാൻ അതിന് അർഹതയുള്ളത്. അങ്ങനെയല്ലെങ്കിൽ ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ പേരിൽ കളവ് പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരൂലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ജസ്സാസിന്റെ അഹ്കാമുൽ ഖുർആൻ ഒന്ന് വായിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞു, സാർ ആയിക്കോട്ടെ, വായിക്കാം. ഞാനത് വായിച്ചു. പിന്നെ എനിക്ക് കുറേ ദിവസം പണി അതിരുന്നു. കാരണം ഒരു 10-75 പേജ് ഉണ്ട്. ഇതൊക്കെ വായിച്ചു. ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോ എന്താ നിങ്ങള്, ഇടക്കിടക്കൊക്കെ ഇതിനെ നിഷേധിക്കുന്ന സ്വരങ്ങളുണ്ട്. ആ സ്വരങ്ങൾ എന്റെ ഒരു പതിറ്റാണ്ടായി ഞാൻ സ്വീകരിച്ച ആ നയമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോയി നോക്കിയപ്പോ ഈ സംഭവം നിഷേധിക്കാൻ വേണ്ടി മുഅ്തസിലയാക്കൾ സ്വീകരിച്ച നയം എന്തൊക്കെയാണോ ആ നയമൊക്കെയാണ് ഏതിലുള്ളത്? ഈ അഹ്കാമുൽ ഖുർആനിൽ, ജസ്സാസിന്റെ അഹ്കാമുൽ ഖുർആനിലുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടി അന്വേഷിച്ചു, ഇയാൾ ആരാണ്? അപ്പൊ എനിക്ക് കിട്ടി മൂപ്പരും മുഅ്തസിലയാണ്. കഴിഞ്ഞില്ലേ കഥ? അപ്പൊ അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ ഇതാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എന്നെ പ്രേരിപ്പിച്ച ഘടകം. ഈ ബുക്കിൽ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ നിങ്ങള്, ഒരു ഖുർആൻ ആയത്ത് അഥവാ സിഹറിന് യാതൊരുവിധ യാഥാർത്ഥ്യവും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൽ ഏകദേശം 35ഓളം പേജ് ചെലവാക്കിയിട്ട് 4 ഖുർആൻ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ലൈഫായ 2 ഹദീത്തുകൾ സഹിയായ ഒരു ഹദീത്ത് നിഷേധിക്കാൻ വേണ്ടി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയെയും ഇമാം ഇബ്നു കസീറിനെയും ഇമാം റാസിയെയും ഇമാം ഷൗക്കാനിയെയും ഒക്കെ അവർക്കില്ലാത്ത വാദങ്ങൾ അവരുടെ വാദമായി ഈ ബുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് ഇവിടെ ക്ലാസിക് ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ചോദ്യോത്തരം ഉണ്ടായി, മുഖാമുഖം. എന്റെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ തന്നെ സംഘടിപ്പിച്ചതാ. അതിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഒരു പൊതു പരസ്യമായിട്ട് എന്നോണം പറഞ്ഞു, എനിക്ക് ആ വിഭാഗത്തെ ആളുകളോട് വട്ടത്തിലിരുന്നൊരു ചർച്ച നടത്തണം. ഇതിലെ അവസാനത്തെ ഈ ഭാഗം ഓരോ വാചകവും വായിച്ച് അതിന്റെ മൂലഗ്രന്ഥവുമായി താരതമ്യപ്പെടുത്തിയൊരു പഠനം നടത്തണം. ഒരു ഗണ്ണന മണ്ണനൊന്നുമല്ല, തർക്കിക്കാനും ജയിക്കാനൊന്നുമല്ല. ഇതിൽ പറഞ്ഞ ഓരോ ഉദ്ധരണിയും ഞാൻ പറയട്ടെ 80% തികച്ചും നിരുത്തരവാദപരമായ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്ധരണികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആകെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ധരണി ഏതാ നിങ്ങള്? ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ തഫ്സീറുൽ ഖുർആനിൽ നിന്നെടുത്തൊരു ഉദ്ധരണി. പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ ഈ പറഞ്ഞതുപോലത്തെ ഉള്ള വാചകം ഇതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഈ ഹദീത്ത് ഇത് പരമ്പരക്കും മത്തിനും ഒക്കെ യോജിച്ചതാണെങ്കിലും എന്തിനു പറ്റൂല, തെളിവിന് പറ്റൂല എന്ന് കണ്ടോ. അതിനാൽ ഈ ഹദീത്ത് പരമ്പരക്കും മത്തിനും ബ്രാക്കറ്റിൽ ആശയം ഹദീത്ത് പണ്ഡിതന്മാർ പറഞ്ഞ മുഴുവൻ വ്യവസ്ഥയും യോജിച്ചാൽ പോലും തെളിവിന് പറ്റുകയില്ല. കാരണം എന്താ? അതിന് മുമ്പ് പറഞ്ഞ നിബന്ധന അനുഭവത്തിനും ബുദ്ധിക്കും
അതുകൊണ്ടാണ് മൂപ്പർ ഇതിൽ വെല്ലുവിളിക്കണതേ. നിങ്ങൾ എനിക്ക് സിഗര ചെയ്യും, നിങ്ങൾ ഇന്ന കൊല്ലും, ഞാനിവിടെ വെച്ച പേന പിന്നെ ഇടവണ്ണ മറ്റോടത്തോടെ കൊണ്ടുപോയിട്ടിൽ എന്നിങ്ങനെ വെല്ലുവിളിക്കണത് വിഷയം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ആ കൂട്ടത്തിൽ ഒരു പ്രയോഗമാണ് എന്തറിയങ്ങള്, ഖുർആനിലെ ഒരു ആയത്ത്. ഏതാണ് ആയത്ത്? സൂറത്ത് യൂനുസിലെ 81-ാമത്തെ ആയത്ത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവമായി പറയുന്നതാണ്. ആ കൂട്ടത്തിൽ ഖുർആൻ പറയുന്ന ഒരു വാചകം, ഇന്നല്ലാഹ സയുബ്തിലുഹു, അഥവാ മൂസാ നബിന്റെ ആളുകൾ കൊണ്ടുവന്ന ആ മായാജാലത്തെ, ആ മാജിക്കിനെ അള്ളാഹു മൂസാ നബിക്ക് നൽകിയ മോജിസത്ത് കൊണ്ട് പരാജയപ്പെടുത്തും എന്നാണ് പറയുന്നത്. ആ ആയത്തിന് അദ്ദേഹം നൽകിയ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു.